നമ്മുടെയൊക്കെ നാടുകളിൽ ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ പ്രവർത്തകരും വിജയപ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാതര പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളുടെ പെരുമഴകളുമായി എല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടെ വിജയം പ്രതീക്ഷിച്ചുകൊണ്ടും പ്രത്യാശിച്ചുകൊണ്ടുമാണ് തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത്. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾക്കുമുണ്ട് ഒരു റിസൾട്ട് വരേണ്ടുന്ന ഒരു ദിവസം. അഥവാ നമ്മുടെ നന്മതിന്മകൾ കണക്കാക്കപ്പെടുത്തി നമ്മുടെ നന്മതിന്മകൾ കണക്കാക്കുകയും എന്നിട്ട് അതിനനുസരിച്ച് പ്രതിഫലം തരികയും ചെയ്യുന്ന ഒരു ദിവസം. നമ്മൾ എല്ലാ ദിവസവും സൂറത്തുൽ ഫാത്തിഹയുടെ അള്ളാഹു തായോട് പറയുന്ന കാര്യം, മാലിക് യൗമിദ്ദീൻ അഥവാ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു എന്ന് പറയുന്ന ആ പ്രതിഫലത്തിന്റെ ദിനം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥികളും ഇലക്ഷന്റെ റിസൾട്ടിലൂടെ അവരുടെ വിജയമോ പരാജയമോ പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്കും നമ്മുടെ ഭൂമിയിലെ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകപ്പെടുന്ന ആ ഒരു ദിനം നമുക്ക് വരാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ദുനിയാവെന്ന് പറഞ്ഞത് പാരത്രിക ലോകത്തേക്കുള്ള കൃഷിയിടമാണ്. അതുകൊണ്ട് ഇവിടെ നാം നന്മകൾ ചെയ്തു കൂട്ടി നാളെ ആഖിറത്തിലേക്കുള്ള അല്ലെങ്കിൽ ആഖിറത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ കർമ്മഫലങ്ങളുടെ വിജയം വരുമ്പോൾ തീർച്ചയായിട്ടും വിജയികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ വൽ ആഖിബത്തു ലിൽ മുത്തഖീന, മുത്തഖീങ്ങൾക്കാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്ക് മാത്രമാണ് ആഖിബത്ത് അന്ത്യഗുണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയെ നന്മയായി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നല്ല നിലയിൽ ചിട്ടപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പരലോകത്ത് നമ്മളുടെ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ, നമ്മുടെ കിതാബുകൾ വിതരണം ചെയ്യപ്പെടുമ്പോൾ, നമ്മുടെ നന്മ തിന്മകൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ ഭാഗം കനം തൂങ്ങാനും അതുവഴി സ്വർഗത്തിൽ ഒന്നാമതായി എത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.